ശബരിമലയിലേക്കുള്ള കടന്നുകയറ്റം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി അവിശ്വാസികളായിട്ടുള്ളവരുടെ കടന്നുകയറ്റം, അവിശ്വാസികൾ കടന്നു കയറുക മാത്രമല്ല, ആചാര അനുഷ്ഠാനങ്ങളെ ചവിട്ടി മെതിക്കുന്നു. അതിനെതിരെ പ്രതിഷേധിക്കുന്ന അയ്യപ്പ ഭക്തന്മാരെ ഭരണകൂട ഭീകരതയെന്നോണം കേരളത്തിലെ സർക്കാർ നിഷ്ഠൂരമായി മർദ്ദിച്ചു. നമ്മളിൽ ഇവിടെ നിൽക്കുന്നതിൽ തന്നെ ആയിരക്കണക്കിന് ആളുകൾ നമ്മൾ കേസിൽപ്പെട്ടവരാണ്. നാമജപം മാത്രം നടത്തിയെന്നുള്ള ഏക കുറ്റത്തിനാണ് നമ്മളെല്ലാം പേരിൽ കള്ളക്കേസുകൾ ചമച്ചിരിക്കുന്നത്. 3000 പേര് ആണ് അവർ പ്രതീക്ഷിച്ചത്. പക്ഷെ നമ്മൾ കണ്ടു, ഈ പന്തളത്തിൻ്റെ തെരുവീഥികളിൽ കൂടെ 80,000-ൽ പരം, അതും ബഹുഭൂരിപക്ഷം അമ്മമാരായിരുന്നു നാമജപയാത്ര മുന്നോട്ട് നീങ്ങിയത്. ഒരു കൊടിയില്ല, ഒരു മുദ്രാവാക്യമില്ല. അതുകൊണ്ടാണ് രണ്ടാമത്തെ ഒരു കാരണം ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും ഇത് രണ്ടാമത്തെ നമ്മുടെ പ്രക്ഷോഭത്തിൻ്റെ ആരംഭമാണ്. ഇവിടെ അത് പന്തളത്ത് നിന്ന് ആരംഭിക്കുകയാണ്. ഈ പ്രക്ഷോഭം 2018-19 പോലെ തീരാൻ അടങ്ങുന്നതല്ല. ഇതിനൊരു പരിഹാരം കണ്ടേ നമ്മൾ മടങ്ങുകയുള്ളൂ എന്ന് തീർച്ചപ്പെടുത്തിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. കാരണം ഈ സർക്കാർ നമുക്ക് സഹിക്കാവുന്നതിലപ്പുറം, എനിക്ക് പറയാൻ വാക്കുകളില്ല. അത്രത്തോളം കണ്ണീരോടെയാണ് നമ്മുടെ അമ്മമാരെല്ലാം ഈ കഥകൾ പറയുന്നത്. അവർ നമ്മളോട് പറയുന്നത്, നിങ്ങളൊന്നും ഇത് കാണുന്നില്ലേ, സനാതനധർമ്മത്തെ ചവിട്ടി മെതിക്കുന്നവർ നിരന്തരം അവരുടെ ഭാഷണങ്ങളിൽ ഈ ഹിന്ദുധർമ്മത്തിനെതിരെയും വിശ്വാസത്തിനെതിരെയും ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ ചെന്ന് ആയിരിക്കുന്നതാണോ ഗുരുവായൂരപ്പൻ എന്ന് ചോദിക്കുന്നവരും, ശബരിമലയിലെ തീർത്ഥം കൈകൊണ്ട് കഴുകാൻ ഉപയോഗിക്കുന്നവരെയും, ഗണപതി മിത്ത എന്ന് പറയുന്നവരെയും നമ്മൾ എത്ര നാൾ സഹിക്കും? ഞാൻ രാഷ്ട്രീയമല്ല പറയുന്നത്, ഞാൻ തീർച്ചും പറയുകയാണ്. അയ്യപ്പ വിശ്വാസികളെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനക്കാരെയുമാണ് നമ്മൾ ഉൾക്കൊള്ളുന്നത്. ഇവിടെ അയ്യപ്പ ധർമ്മത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണ് നമ്മളോടൊപ്പം സഞ്ചരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്നവർ, സന്നിധരായിരിക്കുന്നവർ പല വിഭാഗത്തിലുണ്ടാകാം, പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ വന്നവരുണ്ടാകാം. നമ്മുടെ ഇവിടെ പ്രധാന കേന്ദ്ര ബിന്ദു അയ്യപ്പനാണ്.